വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും ഇത് നമ്മൾ സാധാരണഗതിയിൽ നൂൽപുട്ട് അല്ലെങ്കിൽ നൂലപ്പം ചില ഭാഗത്ത് ഇടിയപ്പം എന്നൊക്കെ പറയുന്ന ഒരു ഉണ്ടാക്കുന്ന അച്ചിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഇതെല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാം. സ്റ്റീലിൻ്റെതാണെങ്കിൽ ഇത് ആക്രിക്കാർ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കാതെ അതൊന്ന് മാറ്റി വെക്കണം വീട്ടിലുള്ളവർ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ അയക്കുന്ന സമയത്ത് ഷാഫ്റ്റുകളിലും അതുപോലെ തന്നെ ബയറിങ്ങുകളും ഒക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ അടിച്ചാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ചതവ് വരും. ചതവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പം ഇത് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ആ വീഡിയോ അടുത്ത കാലത്ത് ഇപ്പം എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ആക്രിക്കാർക്ക് കൊടുക്കാതെ മാറ്റി വെക്കാൻ വേണ്ടിയുള്ള മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിന് മുന്നിലിട്ടത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ ഈ ചെയ്തത് ജെന്യുവിനാണ്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ആ വീഡിയോ ഇട്ട അന്ന് മുതൽ ഇതിലുണ്ട്. ഏതാണ്ട് 9-10 മാസത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അന്ന് ഞാൻ ഇതിൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പരീക്ഷണം നടത്തിയത്. ഇത്രയും കാലമായിട്ട് ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്തതും. പിന്നെ അത് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 200 മണിക്കൂറിൻ്റെ മുകളിൽ 200. ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരു ക്ലച്ച് ഉണ്ടാക്കുന്നത്, അതായത് ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് ലൈനർ വെച്ചിട്ട് ക്ലച്ച് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതിൽ പല ആളുകളും അത് ഉണ്ടാക്കിയെന്നും റെഡിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൻ്റെ അടുത്തായി. ആ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് പോലും ഞാൻ വേറെ ക്ലച്ച് വാങ്ങിയിട്ടില്ല. എൻ്റെ കിസാൻ ക്രാഫ്റ്റിൽ ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്ന മെഷീനിൽ ഞാൻ ചെയ്ത ആ ക്ലച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എത്ര കാലം വർക്ക് ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഒരു ആൾ കമൻറ്റിലൂടെ എന്നോട് പറഞ്ഞത് 500 രൂപയോളം ഞാൻ ചിലവാക്കിയിട്ടും അത് ശരിയായില്ല രീതിയിലൊക്കെ. അതായത് യൂട്യൂബിൽ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട്. ഞാൻ 500 രൂപയോളം ചിലവാക്കിയിട്ടും എൻ്റേത് ശരിയായില്ലാന്ന്. അതായത് 500 രൂപ ചിലവാക്കുന്നത് എന്തിനാണ്? ഇപ്പം ഒരു ക്ലച്ച് വാങ്ങാനായിട്ട് 110 രൂപ കൊടുത്താൽ കിട്ടും. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ കുറച്ച് വില കൂടിയിട്ടുണ്ട്. നമ്മളെ ഒരു സബ്സ്ക്രൈബർ തന്നെ 105-110 രൂപയ്ക്ക് 4 പീസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയച്ചെടുത്തിട്ട് ഇത്ര കാലം ഞാൻ ഉപയോഗിച്ചിട്ടും സംഭവിച്ചതാണ് നേരെ കാണുന്നത്. ഇത് മാറ്റാനായിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നമ്മൾ ക്ലച്ച് വാങ്ങി ഇതിട്ടിട്ട് ഇതിൻ്റെ കനം കണ്ടോ, ഇത്രയും ഭാഗം ഇതിൽ ബാക്കിയുണ്ട്. അതായത് ഒരു വർഷത്തിനടുത്തായിട്ട് ഈ ക്ലച്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിലിട്ടു. ഇതിൽ ആദ്യം കണ്ടോ, ഇപ്പോഴും ഈ ഒരു ഭാഗത്തൊന്നും തട്ടിയിട്ട് പോലുമില്ല കണ്ടോ. ഇവിടെയൊക്കെ അതിൻ്റെ യഥാർത്ഥ കളർ തന്നെയാണ്. അതായത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത സമയത്ത് കുറച്ച് കുഴിഞ്ഞു പോയ ഭാഗമാണ്. അവിടെ ഇപ്പോഴും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനിയും ഇത് ഒരുപാട് കാലം നിൽക്കും. അപ്പം ഒരു അറാൾഡേറ്റിൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങിയത്, അതായത് ഒരു 60 രൂപേൻ്റെ 2 എണ്ണമുള്ള ഒരു അറാൾഡേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതേപോലുള്ളത് 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ 100-110 രൂപയുടെ ഈ ക്ലച്ചിൻ്റെ ബ്രേക്ക് ലൈനറിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ 4 പീസ് ഉണ്ടാവും. അത് ഒരു പീസിൽ നിന്ന് തന്നെ 2 എണ്ണം ഉണ്ടാക്കാം. 2, 4, 6, 8 എണ്ണം. അതായത് 105 രൂപയ്ക്ക് 8 എണ്ണം ഇതേപോലെ ചെയ്യാൻ പറ്റും. അതിൽ ഒരു 55 രൂപയുടെ, എനിക്ക് തോന്നുന്നു 55-60 രൂപയുടെ ആവുള്ളൂ അറാൾഡേറ്റിന്. അതല്ലാതെ വേറെ ചിലവില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ 160 രൂപയ്ക്ക് 8 ക്ലച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 രൂപയോളം ചിലവായി എന്നാണ്. അത് 500 രൂപയ്ക്ക് വാങ്ങിയത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇത് ചൂടായാൽ അറാൾഡേറ്റ് പോകുന്ന അറാൾഡേറ്റ് പുള്ളിക്കാരൻ്റെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അറാൾഡേറ്റ് ഉപയോഗിച്ചത് ചൂടായിട്ട് ഇന്നേവരെ പോയിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ കടന്നിട്ട് ഇത് കറങ്ങിയിട്ട് ചൂടാവുന്നില്ല. ഇത് കറങ്ങുന്ന പാടിങ്ങനെ വികസിക്കുകയാണ്, ഈ ഡ്രമ്മിൽ കയറി പിടിക്കുകയാണ്. അല്ലാതെ ഈ ക്ലച്ച് കടന്നിട്ട് ഈ ഡ്രമ്മിൽ കറങ്ങി ഉരതുന്ന പരിപാടിയൊന്നും ഇതില്ല. ഇത് ചൂടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കുറച്ച് ചൂടായപ്പോലും അറാൾഡേറ്റ് പോയ ചരിത്രം ഇന്നേവരെ ഇല്ല. അപ്പം ഇത് പുതിയതായിട്ട് ആ കമൻറ്റ് കണ്ട ആളുകൾ ഒരുപക്ഷെ നിരാശപ്പെട്ടോ അല്ലെങ്കിൽ
ആ ശ്രമം ഉപേക്ഷിക്കാനോ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. മാന്യമായ രീതിയിൽ അങ്ങനെ നിങ്ങൾ വാങ്ങിയ ആറാൾഡേറ്റിൻ്റെ റേറ്റും വലിയ പാക്കറ്റ് ആറാൾഡേറ്റിന് 200, 300, 500 ഉണ്ട്. അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ 60 രൂപയുടെ ഒരു പാക്കറ്റും 105 രൂപയുടെ ഒരു ബ്രേക്ക് ലൈനറിൻ്റെ പാക്കറ്റും ആകെ വാങ്ങിയാൽ മതി. 150 8 പീസ് ഉണ്ടാക്കാം. അതായത് ഒരു ലൈനർ പീസിൽ നിന്ന് തന്നെ എങ്കിൽ 2 ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4 8 പീസ് 8 ക്ലച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 200 മണിക്കൂറിൻ്റെ മുകളിൽ 200-250 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ വർക്ക് ചെയ്യാനും പറ്റും. അപ്പം ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അപ്പം ഇത് അഴിച്ച് ഒരു പ്രാവശ്യം ഞാനിത് വേറെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തന്നിരുന്നു. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെയും കുറേ കാലം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ. ചില ആളുകൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആകെ 70 മണിക്കൂറൊക്കെ നിൽക്കുന്നുള്ളൂ എന്ന്. 70 മണിക്കൂർ 100 മണിക്കൂർ പോലും കഷ്ടിച്ച് നിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഇത് ചെയ്യുന്ന ആളുകൾ ചെറിയ തോതിൽ പൈസ ചിലവാക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. 500 രൂപ ചിലവാക്കി എന്ന് പറഞ്ഞാൽ എവിടെ 500 രൂപ, 105 രൂപ ഇതിനുള്ളൂ. ഇനി ഞാൻ പറഞ്ഞ തന്നെ പറയുന്നില്ല, ഇത്രേ ഉള്ളൂ. കണ്ടോ, 105 രൂപ ലൈനറിൻ്റെ പാക്കിൽ 4 ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ 60 രൂപയുടെ 60-65 ആയിക്കോട്ടെ, അതിൽ ആറാൾഡേറ്റിൻ്റെ പാക്കറ്റ് വാങ്ങിയാൽ ആ 8 മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്, ഒരെണ്ണം ചെയ്തിട്ട് ബാക്കി അവിടെ കിടപ്പുണ്ട്. അത് കറക്റ്റായിട്ട് ടോപ്പ് അടച്ച് മാറ്റി വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. കാരണം ജോയിൻ മിക്സ് ചെയ്യുന്ന പശയാണല്ലോ ആറാൾഡേറ്റ്. ഈ ചൂടായിട്ട് ഇത് പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് എന്നേ പോകണം, ഇത് പോയിട്ടില്ലല്ലോ. ഇതങ്ങനെ പോകുന്ന സാധനമൊന്നും അല്ല. അപ്പം കമൻറ്റ് കണ്ടുള്ള ആളുകൾ ഇനി പിന്മാറണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ മെഷീനിൽ ഇത് നേരിട്ട് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ചും കാണിച്ചു തരാം. ഇത് തന്നെയാണ് ഇടുന്നത്, അല്ലാതെ വേറെ മാറ്റിയിട്ടിട്ട് നിങ്ങളെ കബളിപ്പിക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. ഇത് തന്നെയാണ് ഇടുന്നത്. ഇത്രയും കാലം വർക്ക് ചെയ്തത് ഇത് തന്നെയാണ്. ഇനി ഫിറ്റ് ചെയ്തിട്ട് വർക്കിൻ്റെ പെർഫോമൻസ് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ചെയ്തത് ജെന്യുവിനാണ്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ ആ വീഡിയോ ഇട്ട അന്ന് മുതൽ ഇതിലുണ്ട്. ഏതാണ്ട് 9-10 മാസത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അന്ന് ഞാൻ ഇതിൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പരീക്ഷണം നടത്തിയത്. ഇത്രയും കാലമായിട്ട് ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്തതും. പിന്നെ ഇന്ന് കൂടുതലൊന്നും ഇനി പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കൂടുതൽ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ കൂടുതൽ കാണാതെ പോകുന്നുണ്ട്. അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളോടാണ് പറയുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.